തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് നടപടിയാകുന്നു. ഇത് സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരത്തിലെ പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിവിധ വിഷയങ്ങൾ നഗരസഭാ ചെയർമാൻ കെ ദീപക്, തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശൈലേന്ദ്രൻ എന്നിവർ അവലോകനം ചെയ്തു. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനും ട്രാഫിക് ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. നഗരത്തിൽ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നഗരത്തിൽ സുഗമമായ പൊതുഗതാഗതത്തിന് കാൽനട യാത്രക്കാർക്ക് തടസ്സമായിട്ടുള്ള അനധികൃത പാർക്കിംഗ്, വഴിയോര കച്ചവടം, ഉന്തുവണ്ടികൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സീബ്ര ലൈൻ വീണ്ടും വരയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. നഗരത്തിൽ ട്രാഫിക് ലംഘനം കണ്ടെത്തുവാൻ AI ക്യാമറകൾ സജ്ജമാണെന്ന് ഡിവൈഎസ്പി യോഗത്തിൽ അറിയിച്ചു. മോർ ജംഗ്ഷൻ, ഷാപ്പുംപടി, വെങ്ങല്ലൂർ, മങ്ങാട്ടുകവല, ധന്വന്തരി ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു. മങ്ങാട്ടുകവലയിൽ പുതിയ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ചെയർമാൻ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തു.